ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഭയങ്കര പോസിറ്റീവായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ ഗേൾസ് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ടാണ്. പണ്ട്, അതായത് ഞാനൊരു കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു തെറ്റിദ്ധാരണയായിരിക്കാം എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേൾസിൻ്റെ ഫ്രണ്ട്ഷിപ്പ് അത്ര വലിയ അടിപൊളിയൊന്നുമല്ല. അവിടെ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായിരിക്കും, അല്ലെങ്കിൽ ഇവർക്ക് ഭയങ്കര കുശുമ്പോ അസൂയൊക്കെ ഉണ്ടാവും. അങ്ങനത്തെയൊക്കെ ഒരു രീതിയാണ് നമ്മൾ ചിന്തിച്ചേക്കണതും കണ്ടേക്കണതൊക്കെ. പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ 30s എത്താൻ നേരത്ത് എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ഗേൾസും തമ്മിലുള്ളത്. കാരണം നമ്മളിപ്പം കുറേ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നുണ്ടാവും. മെൻ്റലി ആണെങ്കിലും അതല്ലെങ്കിൽ ഫിസിക്കലി ആണെങ്കിലും എല്ലാ രീതിയിലും നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. ചിലപ്പോൾ വർക്ക് പ്ലേസിലെ പ്രശ്നങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഫാമിലിയിലെ പ്രശ്നങ്ങളായിരിക്കാം. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഏറ്റവും സത്യം പറഞ്ഞാൽ സപ്പോർട്ട് തരുന്നത് നമ്മുടെ ഗേൾസ് ഫ്രണ്ട്സ് തന്നെയാണ്. അത് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ലക്കിലി എനിക്ക് ഭയങ്കര എല്ലാം ഓപ്പണായിട്ട് പറയാൻ പറ്റുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അത് ഓഫീസിലാണെങ്കിലും അതെ, അതെല്ലാം നമുക്ക് അല്ലാണ്ട് പേഴ്സണാണെങ്കിലും അതെ. ഇപ്പോൾ ഓഫീസിൽ തന്നെയാണെങ്കിലും എല്ലാവരും വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നങ്ങളില്ലാത്ത വീടുകൾ നമുക്കില്ല. അത് എന്താ പറയുക, ഭയങ്കര പ്രശ്നമെന്നല്ല, ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അപ്പം നമുക്ക് നമ്മുടേതായ ഈ പറഞ്ഞ ഗേൾസ് സർക്കിൾ ഉണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും അവർക്കത് മനസ്സിലാവും. കാരണം നമ്മൾ ഫേസ് ചെയ്യുന്ന അതേ പ്രശ്നങ്ങളായിരിക്കും ചിലപ്പോൾ അവരുടെ ലൈഫിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് നമുക്കിതൊരു ബോയിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇതായിട്ട് കണക്റ്റ് ആവാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം അവരുടെ രീതിയിൽ ജീവിച്ചു പോകുന്നവരാണ്, അവരവരുടെ സ്പേസിൽ ജീവിക്കുന്നവരാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിട്ട്, ഗേൾസിനെ സംബന്ധിച്ചിട്ട് നമുക്ക് ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഗേൾസിനോട് തന്നെ പറയുമ്പോൾ അവർക്കത് ഭയങ്കരമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു സ്ഥലത്ത് വായിച്ചതാണ്, അതുപോലെ തന്നെ എനിക്കും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ബോയ്സിനോട് നമ്മുടെ പ്രശ്നങ്ങൾ പറയുമ്പോഴത്തേനും മെയിനായിട്ട് അവരതിൻ്റെ സൊല്യൂഷൻ തരുക ചെയ്യുന്നത്. പക്ഷേ അത് എത്രമാത്രം നമുക്ക് പ്രാക്ടിക്കലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ ആയിരിക്കും. പക്ഷെ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ ഭയങ്കര ഒരു പ്രശ്നത്തിൽ നമുക്ക് ചിലപ്പോൾ സൊല്യൂഷൻ ആയിരിക്കില്ല വേണ്ടത്. നമ്മളെ കേൾക്കുക, അല്ലെങ്കിൽ നമ്മളോട് എന്താ പറയുക, നമ്മളൊരു ജഡ്ജ്മെൻറ്റും ഇല്ലാണ്ട് നമ്മളെ കേൾക്കുക. നമ്മൾക്ക് ഒരു റിപ്ലൈ തന്നില്ലെങ്കിലും അല്ലെങ്കിൽ നമ്മളെ ആശ്വസിപ്പിച്ചില്ലെങ്കിലും ചിലപ്പോൾ കുഴപ്പമുണ്ടാകത്തില്ല. അത് നമ്മൾ ബോയ്സിനോട് പറഞ്ഞേക്കാൾ കൂടുതൽ നമ്മളൊരു ഗേളിനോട് പറയുമ്പോൾ, അല്ലെങ്കിൽ അത്രയും നമ്മൾ അറ്റാച്ച്ഡ് ആയിരിക്കണം കേട്ടോ. ചുമ്മാ ഒരാളോട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് യാതൊരു വികാരം ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷെ നമ്മളുടെ അത്ര അറ്റാച്ച്ഡായ, നമ്മളോട് അത്ര സ്നേഹമുള്ള നമ്മുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്, അത് ഗേളാണെങ്കിൽ അവരോട് പറയുമ്പോൾ അവർക്കത് മനസ്സിലാവും ഏറെക്കുറെ. അതുപോലെ തന്നെ അവർക്ക് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു റിപ്ലൈ ആയിരിക്കും അവരുടെ ഭാഗത്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പം വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം നമ്മുടെ പാർട്ട്ണറോട് പറയുകയാണെങ്കിൽ ആൾ പറയും ഓക്കെ കുഴപ്പമില്ല, അത് വിട്ടേക്കുക, അങ്ങനെ ആയിരിക്കും. അതേസമയത്ത് നമ്മുടെ ഗേൾ ബെസ്റ്റിനോട് പറയുമ്പോഴത്തേനും നമ്മളെ ഓക്കെ, നമുക്ക് കുറച്ചുകൂടി സ്നേഹമോ ഒരു സപ്പോർട്ടോ അങ്ങനത്തെ രീതിയിലായിരിക്കും അവർ നമ്മോട് സംസാരിക്കുക. അത് എല്ലായിടത്തുനിന്നും ഞാൻ കേട്ടേക്കണം, ഞാൻ കണ്ടേക്കണം കാര്യങ്ങളാട്ടോ. അപ്പം നമുക്കാണെങ്കിലും ഒരാൾ ഭയങ്കരമായിട്ട് വിഷമിച്ചിപ്പം ചില ദിവസങ്ങളിൽ നമ്മുടെ കൊളീഗ്സൊക്കെ ഭയങ്കര വിഷമിച്ചായിരിക്കും ഓഫീസിൽ കയറി വരുന്നത്. പക്ഷേ നമ്മളെല്ലാവരും കൂട്ടം കൂടി ഇരിക്കുമ്പോൾ അതിനകത്തൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ച് ഇതാക്കി കഴിയുമ്പോൾ നമ്മുടെ പകുതി പ്രശ്നങ്ങൾ അവിടെ തീർന്നു. നമ്മൾ പിന്നെ ഹാപ്പിയാണ്. പിന്നെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പിന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതേസമയത്ത് നമ്മളിപ്പം അങ്ങനെ നമുക്ക് പറയാൻ അറിവില്ല, നമ്മളിങ്ങനെ അത് മനസ്സിലിട്ട് കൊണ്ടു നടക്കുവാണെങ്കിൽ, എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഒരു പരിധി വരെ ഒരു കാര്യങ്ങൾ മനസ്സിലിട്ട് കൊണ്ടു നടക്കാൻ പറ്റത്തില്ല. എനിക്കിപ്പോൾ എന്ത് കാര്യങ്ങൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയാലോ അല്ലെങ്കിൽ ഇഷ്ടം തോന്നിയാലോ അല്ലെങ്കിൽ എന്ത് തോന്നിയാലോ എനിക്കത് പറഞ്ഞ് അത് എക്സ്പ്രസ് ചെയ്ത് അത് പറഞ്ഞ് അങ്ങ് തീർത്ത് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ പ്രശ്നമില്ല. പക്ഷെ അത് നമ്മൾ മനസ്സിലുണ്ടെന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതുപോലെ തന്നെ നമ്മളിങ്ങനെ ആരോടെങ്കിലും പറയുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര റിലാക്സേഷനാണ്. പിന്നെ അവരുടെ ഈ പറഞ്ഞ പോലെ രണ്ട് തരത്തിലുള്ള ഇതാണ്. ഇപ്പം ബോയ്സിനോടുള്ള കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് ഭയങ്കര രസവും അടിപൊളിയൊക്കെ ആണെങ്കിലും നമ്മൾ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡായിട്ട് നമ്മുടെ ഭയങ്കര പേഴ്സണൽ കാര്യങ്ങൾ വരെ നമുക്ക് നമ്മുടെ ഗേൾസിനോട് ഷെയർ ചെയ്യാൻ പറ്റും. അത് അവർക്ക് എന്താ പറയുക, അത് നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ പിന്നെ അവർക്ക് അവരുടെ
കാര്യങ്ങൾ ഷെയർ ചെയ്യും, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാം. അങ്ങനെ ഒരു നല്ലൊരു കൂട്ടത്തിലേക്ക് ഇരിക്കുന്നെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിലാക്സേഷനാണ്. നമുക്ക് നമ്മുടെ എല്ലാ ഇമോഷൻസും, എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും എല്ലാവരുടെ അടുത്ത് എല്ലാ ഇമോഷൻസും പങ്കുവയ്ക്കാൻ പറ്റുന്നു. എന്തെങ്കിലും ആയിക്കോട്ടെ, എല്ലാം ആണെങ്കിലും നമുക്കിപ്പോൾ എല്ലാവരുടെ മുമ്പിൽ പോയി നമുക്കിരുന്ന് കരയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ ചിരിച്ച് സന്തോഷിക്കുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ ഭയങ്കര ഇതായിട്ടുള്ള ഇമോഷൻസ് ഉണ്ടല്ലോ, ഭയങ്കര പേഴ്സണലായിട്ടുള്ള ഇമോഷൻസ്, അതൊന്നും നമുക്ക് എല്ലാവരുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമുക്ക് അത്രയും അടുത്ത ആളായിരിക്കണം, അത്രയും നമ്മൾ മനസ്സിലാക്കുന്നവരായിരിക്കണം. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അതിനകത്ത് ഉണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് അവരുടെ അടുത്ത് പോയി പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര റിലാക്സേഷനായിരിക്കും, ഭയങ്കര നമുക്ക് സമാധാനം ഉണ്ടാവും. നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് സമാധാനമാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മളിപ്പം ഒരു ഓഫീസിൽ അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് സമാധാനം അവിടെ കിട്ടുമ്പോഴാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാനും വരാനും ഒക്കെ താല്പര്യം. ഇപ്പോൾ ഡെയിലി പോയി ഓഫീസിൽ പോകുമ്പോൾ ഓഫീസിൽ എല്ലാ ദിവസവും പ്രശ്നങ്ങളാണെങ്കിൽ നമുക്ക് ആർക്കും അങ്ങോട്ട് പോകാൻ താല്പര്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്കാണെങ്കിലും, ഇപ്പോൾ വീട്ടിൽ വരുമ്പോഴത്തേനും നമ്മൾ ആലോചിക്കുന്നത് വീട്ടിലെന്തെങ്കിലും പ്രശ്നമാണ് അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ഇതാണെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഓഫീസിലിരുന്നാൽ മതി, എത്രയും വൈകി പോകാമോ അത്രയും വൈകി വീട്ടിലേക്ക് വന്നാൽ മതി, അങ്ങനെയൊക്കെ തോന്നും. ഇപ്പോൾ ഓഫീസിലെ കാര്യം പറഞ്ഞ പോലെ ഓഫീസിൽ എപ്പോഴും പ്രശ്നം ടെൻഷനാണെങ്കിൽ ഇതുപോലെ എങ്ങനെയെങ്കിലും വീട്ടിലിരുന്നാൽ മതി, ഓഫീസിൽ പോകണ്ട, എന്തെങ്കിലും കാരണം പറഞ്ഞാൽ നമുക്ക് ലീവ് എടുക്കാം അല്ലെങ്കിൽ ലേറ്റ് ആയി ചെല്ലാം, അങ്ങനത്തെയൊക്കെ മൈൻഡായിരിക്കും. പക്ഷേ അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടത് ഇപ്പോൾ സമാധാനമാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിട്ട് രണ്ട് സ്ഥലത്താണെങ്കിലും എനിക്ക് എന്തായാലും കുഴപ്പമില്ല. ഓഫീസിലാണെങ്കിലും എനിക്ക് നല്ല അടിപൊളി കുറേ കൊളീഗ്സ് ഉണ്ട്. അപ്പോൾ നമ്മളവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കോളേജ് മൂടാണ്, നമുക്ക് ഫുൾ എൻജോയ്മെൻറ്റാണ്. അതിനിടയ്ക്ക് നമുക്ക് എല്ലാം ഉണ്ട്, വർക്കിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ നമുക്കൊരു വിഷമം ഉണ്ടെങ്കിൽ അവർ നമ്മുടെ കൂടെ നിൽക്കും. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വന്നാലും വീട്ടിലും ഭയങ്കര സമാധാനപര അന്തരീക്ഷമാണ് ആയത് കാരണം അവിടെ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ വരാനായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ചില ആൾക്കാരെ സംബന്ധിച്ചിട്ട് നമുക്ക് പിന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകുന്ന ചിന്തിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷനും പിന്നെ നമ്മൾ പോകുന്ന ഭയങ്കര ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ ഒരുപാട് നമുക്കറിയാം. കുറേ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നതും കാണുന്നതൊക്കെയാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതിനകത്താണ് നമ്മളെപ്പോഴും പറയുന്നത് നമ്മൾ ഗേൾസിൻ്റെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച്. ഇപ്പം എനിക്കാണെങ്കിൽ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് എന്നെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ കുറേ പേരെ ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്ന പ്രശ്നം, എനിക്ക് തുറന്ന് സംസാരിക്കാനായിട്ട് ആരുമില്ല. കുറേ പ്രശ്നങ്ങളുണ്ടാകും, പക്ഷെ ആരോടെങ്കിലുമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് ഭയങ്കര അടുത്തുള്ളവർ അല്ലെങ്കിൽ നമുക്ക് അത്രയും ട്രസ്റ്റ് ചെയ്യുന്നവരുടെ അടുത്ത് നമുക്ക് എല്ലാ പ്രോബ്ലംസും നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ആൾക്കാരില്ല. എല്ലാവരോടും മിണ്ടും സംസാരിക്കും, ചിരിച്ച് കളിച്ച് എല്ലാവരും വീട്ടിൽ പോവുമെങ്കിലും അങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ പറയാനോ നമ്മളെ കേൾക്കാനോ നമ്മളെ തിരിച്ചൊന്ന് ആശ്വസിപ്പിക്കാനോ അങ്ങനെയൊന്നും ആരുമില്ലാത്ത ഒരുപാട് പേരുണ്ട്. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും ഞാൻ ഭയങ്കര ലക്കിയാണ്. എനിക്ക് കിട്ടിയേക്കുന്ന ഫ്രണ്ട്സൊക്കെ അത്യാവശ്യം തന്നെ നമുക്ക് എല്ലാം പറയാം. ഇപ്പോൾ ഓഫീസിലാണെങ്കിലും അത് അല്ലാണ്ട് എൻ്റെ പേഴ്സണലി എനിക്ക് 2 ഫ്രണ്ട്സ് ഉണ്ട്. അവരോട് നമുക്ക് എന്ത് കാര്യങ്ങളും നമുക്ക് തുറന്നു പറയാം. ഈവൻ എത്ര പേഴ്സണാണെങ്കിലും നമുക്കത് പറയാം. നമ്മൾ ജഡ്ജ് ചെയ്യത്തില്ല. നമ്മളൊരാൾ പറയുമ്പോഴത്തേനും അയാൾ നമ്മളെ എന്താ പറയണത്, എന്തെങ്കിലും കാര്യത്തിൽ ജഡ്ജ് ചെയ്യുവാണെങ്കിൽ അത് പലർക്കും പല രീതിയിലുള്ള പ്രശ്നമായിരിക്കും. അപ്പോൾ അവർ നമ്മൾ പറഞ്ഞു കഴിയുമ്പോഴത്തേനും എല്ലാവരും അത് തുറന്നു പറയാൻ മടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, നമ്മുടെ ഈ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, ആ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ നെഗറ്റീവായിട്ട് എടുക്കുമോ, അങ്ങനെയൊക്കെ ഒരുപാട് ചിന്തകളിപ്പോൾ നമുക്കാണെങ്കിലും ഉണ്ടാവും. അങ്ങനെ ജഡ്ജ് ചെയ്യാണ്ട് ഒരാൾ നമ്മളെ കേൾക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ വേണം ആൾക്കാർക്ക്. അങ്ങനെ ഉണ്ടെങ്കിലാണ് നമുക്ക് ലൈഫിലേക്ക് ഈ പറഞ്ഞ എന്താ പറഞ്ഞ സ്ട്രെസ്സോ അല്ലെങ്കിൽ ലോൺലിനെസ്സോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോൾ എത്ര വിഷമിച്ചിരിക്കുവാണെങ്കിലും അവരുടെ കൂടെ കുറച്ച് ടൈം, അങ്ങനെയുള്ളവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര റീഫ്രഷ് ആവും നമ്മൾ പിന്നെ നമ്മുടെ ഒരു പ്രശ്നത്തിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കത്തില്ല. നമ്മളെപ്പോഴും എപ്പോഴല്ല ആ നിമിഷം നമ്മൾ ഹാപ്പി ആയിരിക്കും. ഇനി പിന്നെ അവിടെ നിന്ന് ചിലപ്പം നമ്മൾ മാറിക്കഴിയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സിറ്റുവേഷനിലായിരിക്കും നമുക്ക് പിന്നെ വീണ്ടും നമ്മുടെ സങ്കടങ്ങളൊക്കെ കയറി വരിക. അപ്പം എല്ലാവർക്കും അങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ടാവണം എന്നാണ് ഞാൻ പറയണത്. പക്ഷെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുമോ
എന്ന് എനിക്കറിയത്തില്ല. എന്ന് വെച്ചാൽ അങ്ങനെ ഇല്ല എന്നുള്ളൊരു അങ്ങനെ പ്രശ്നങ്ങൾ പറയാനായിട്ട് തന്നെ ആൾക്കാരില്ല എന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവൾ പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മോട് പറയുക, നമ്മൾ വേറെ ഒന്നുമല്ല, ഇത് ആരോടും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടും. നമ്മൾ ഈ മനസ്സിലിട്ട് നമ്മൾ മാത്രം ഇതിനെക്കുറിച്ച് ചിന്തിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, അതിപ്പോൾ കേട്ടിട്ട് എനിക്കിപ്പോൾ വലിയ എന്താ പറയണേ എൻ്റെ ലൈഫിലത് മാറ്റാൻ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇതായിട്ടോ അങ്ങനെയൊന്നുമല്ല. എന്നോടത് പറയുമ്പോഴത്തേനും ആ ആൾക്ക് ഒരു റിലാക്സേഷൻ അല്ലെങ്കിൽ ആൾക്കൊരു മനസ്സമാധാനം കിട്ടുവാണെങ്കിൽ അത് നമ്മൾ കാരണം അങ്ങനത്തെ ഒരു സംഭവം കിട്ടുകയെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണല്ലോ. പിന്നെ ഇപ്പം ഞാൻ ആൾക്കാരെ കുറേ ഇങ്ങനെ പഠിക്കാൻ തുടങ്ങിയിട്ട്, പഠിക്കാനല്ല എന്താ പറയുക, മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പം എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ കാരണം ആൾക്കൊരു ബുദ്ധിമുട്ട്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത്. ഇപ്പം ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താലും ചിലപ്പോൾ എനിക്കിഷ്ടപ്പെടാത്ത ഒരു കാര്യം വന്ന് നമുക്ക് എന്തെങ്കിലും ഒരു മുഷിപ്പ് തോന്നിയാലും ഞാൻ ചിന്തിക്കും. ചിലപ്പോൾ ഞാൻ അയാളുടെ ഭാഗത്ത് നിൽക്കുവാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചിന്തിക്കാം എന്നൊക്കെ. അപ്പം അതുപോലെ നമുക്ക് എല്ലാവരുടെ ലൈഫിൽ അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടാവണം. ഇനിയിപ്പം അങ്ങനത്തെ ഒരാളില്ലെങ്കിൽ കൂടി നമുക്ക് അങ്ങനത്തെ ഒരാളാവാൻ പറ്റണം. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ നമ്മുടെ അറിയാവുന്നവരോ ആരെങ്കിലും ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അവരെ കുറേ നേരം കേൾക്കുക. അവരെ കേട്ടിട്ട് നമുക്ക് പ്രത്യേകിച്ച് അവരുടെ ലൈഫിൽ ചിലപ്പോൾ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റത്തില്ലായിരിക്കും. പിന്നെ ഒരിക്കലും ഇപ്പം എന്നോടൊരാളൊരു പ്രശ്നം പറഞ്ഞു അല്ലെങ്കിൽ എന്നോടൊരു ഇത് പറഞ്ഞു, അതിന് ഞാനൊരു വലിയ സൊല്യൂഷൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ അവരുടെ ലൈഫിൽ അത് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം ആൾക്ക് ഓപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്ക് എന്താണോ ഇപ്പോൾ തോന്നുന്നത് അങ്ങനെയായിരിക്കും അവർ ചെയ്യുക. പക്ഷെ നമുക്ക് ഏറ്റവും വലിയൊരിതെന്ന് വെച്ചാൽ നമുക്കത് കേൾക്കാനായിട്ടുള്ളൊരു മനസ്സുണ്ടാവുക, അങ്ങനെ കേൾക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഗേൾസിൻ്റെ പ്രശ്നം ഗേൾസിന് കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഞാനിത് ഇമോഷണൽ സിറ്റുവേഷനിലാണ് പോകുന്നതെന്നുള്ളത് എൻ്റെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ഒരു ഗേൾസിന് അത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതേസമയത്ത് ഞാൻ ഏത് ഇമോഷനിലാണ് പോകുന്നതെന്ന് എൻ്റെ ഓപ്പോസിറ്റ് ഒരു മെയിലായിട്ടുള്ള ഒരാളാണ് നിൽക്കണമെങ്കിൽ ആൾക്ക് അത്രയും ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ രണ്ടുപേരും രണ്ട് രീതിയിലാണ് ദൈവം സൃഷ്ടിച്ചേക്കുന്നത്. അപ്പം ഞാൻ ചിന്തിക്കുന്ന ആ ഒരു രീതിയിലായിരിക്കില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചിന്തിക്കുന്നത്. എനിക്കൊരാളൊരു ഇമോഷണൽ കണക്ഷനാണ് വരുന്നതെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അയാൾ ഭയങ്കര പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളായിരിക്കും. അതേസമയത്ത് എനിക്ക് തോന്നുന്നു നമ്മൾ ഗേൾസ് പറയുമ്പോഴത്തേനും ഗേൾസ് ഇപ്പോൾ വേറൊരു ഗേളിനോട് പറയുമ്പോൾ അവർ രണ്ടുപേരും ഒരേ രീതിയിൽ ചിന്തിക്കുന്നവരാണ്. എന്ന് വെച്ചാൽ ഓൾറെഡി ഒരു ഇമോഷണൽ രീതിയിലായിരിക്കും ഓൾറെഡി ഗേൾസൊക്കെ ചിന്തിക്കുന്നത്. അപ്പം അവർ പറയുന്നത് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഞാൻ പറയണത് എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ഗേളിന് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ മെൻ്റലി ആയിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ ചിലവർ ഭയങ്കരമായിട്ട് സ്ട്രെസ്സായിട്ട് ഭയങ്കര ലോൺലിനെസ് അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയണത് പിന്നെ ഭയങ്കര ഇൻട്രോവേർട്ടായി പോവുക അങ്ങനെയൊക്കെ പറയാൻ വീട്ടിലെ. ഇതിൻ്റെയൊക്കെ മെയിൻ റീസൺ നമുക്ക് സംസാരിക്കാൻ ആരുമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ എന്താ പറയുക ഒരു ഓപ്പോസിറ്റ് സംസാരിച്ച് കഴിഞ്ഞാലും ആൾക്കും ആ ഒരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കാൻ പറ്റണം എന്നുള്ളൊരിതും കൂടിയുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ നമ്മളെല്ലാവരും നന്നായിട്ട് എന്താ പറയുക ഓപ്പോസിറ്റ് ആളെ നന്നായിട്ട് കേൾക്കുക.